ഓം ഗുങ്കുലിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 87, ശ്ലോകം 5-6. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 5. പ്രപൂജിതം തം പ്രിയയാച്ഛ ജീവിതം കരേ ഗൃഹീത്വാ കഥയാ പുരാകൃതം ഇന്ധനാർത്ഥം ഗുരുദ്വാരചോദിതൈൻ അവർത്തുവർഷം തദമർഷി കാനനേ. അന്വയം, അർത്ഥം. പ്രപൂജിതം വേണ്ട പോലെ സത്കരിക്കപ്പെട്ടവനും, പ്രിയയ പ്രിയപ്പെട്ട പത്നിയാൽ, ബീജിതം ച വിശറി കൊണ്ട് വീശപ്പെട്ടവനുമായ, തം അവനോടെ, കരേ കയ്യിൽ, ഗൃഹീത്വ പിടിച്ചിട്ട്, ഗുരുദാര ചോദിതൈ ഗുരുവിൻ്റെ സഹധർമ്മണി പറഞ്ഞനുസരിച്ച്, ഇന്ധനാർത്ഥം വിറക് കൊണ്ടുവരുന്നതിന് വേണ്ടി, കാനനെ കാട്ടിൽ, അവർത്തുവർഷം കാലം തെറ്റിയുണ്ടായ മഴ, അമർഷിയാൻ സഹിച്ചു എന്നത്, തത്കൃതം പണ്ടു പഠിക്കുന്ന കാലത്തുണ്ടായ കാര്യം, ആ കഥയാ അവിടുന്ന് പറഞ്ഞു. ഹരിവു. സാരം: ഒന്നിച്ചു പഠിച്ച കുചേലനെ അവിടുന്ന് സൽക്കരിച്ച് കട്ടിലിൽ ഇരുത്തി ഉപചരിച്ചു. അങ്ങയുടെ ധർമ്മപത്നിയായ രുക്മിണി കുചേലനെ ചാമരം കൊണ്ട് വീശി യാത്രാക്ലേശം മാറ്റി. കുചേലന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഗുരുപത്നിയുടെ വാക്ക് കേട്ട് മൃഗ് കൊണ്ടു വരുവാൻ കാട്ടിൽ പോയതും ഭയങ്കരമായ മഴയുണ്ടായപ്പോൾ അത് സഹിച്ചതും ആയ ഗുരുകുല വാസസംഭവങ്ങൾ അവിടുന്ന് ഓർമ്മപ്പെടുത്തി. ഹരിവോ. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 6. ത്രപാജുഷോ അസ്മാത് പൃഥുകം ബലാധ പ്രകൃത്യമുഷ്ടൗ സഹൃദാശിതേ ത്വയാം കൃതം കൃതം നന്യതേതി സംഭ്രമാൻ രമാകിലോപേത്യകരം രുരോദതേ. അന്വയം, അർത്ഥം. അഥ അനന്തരം, ത്രപാജുഷ ലജ്ഞ കൊണ്ട് നിറഞ്ഞ, അസ്മാൻ ഈ കുചേലനിൽ നിന്ന്, ത്വയി അങ്ങയാൽ, ബലാൻ ബലാത്കാരമായി, പൃഥുകം അവൽ, പ്രഗൃഹ്യ വാരിയെടുത്തിട്ട്, മുഷ്ടൗ ഒരു പിടി, സഹൃൻ ഒരു പ്രാവശ്യം, ആശിതേ ഭക്ഷിക്കപ്പെട്ടപ്പോൾ, യഥാ നനു ഇത്രയും കൊണ്ട്, കൃതം മതിമതി, ഇതി പ്രകാരം പറഞ്ഞിട്ട്, രമ രുക്മിണി സംഭ്രമാൻ സംഭ്രമത്തോടുകൂടി, ഉപേത്യ അടുത്തു വന്നിട്ട്, തേ അങ്ങയുടെ കരം കൈക്ക്, രുരോധകില തടഞ്ഞു. ഹരിവോ. സാരം: അനന്തരം ഭഗവാനെ എങ്ങനെ ഈ മോശപ്പെട്ട അവൽപ്പൊതി കാഴ്ചവെക്കുമെന്ന് കരുതി ലജ്ജിതനായി കുചേലൻ നിൽക്കുമ്പോൾ ഭഗവാൻ പൊതി അഴിച്ചെടുത്ത് ഒരു പിടി വാരി വായിലിട്ടു. രണ്ടാമതും വാരാൻ തുടങ്ങിയപ്പോൾ ലക്ഷ്മി ഭഗവതി ഭഗവാന്റെ